Dear students, ഈ വീഡിയോയിൽ നമുക്ക് FM ട്രാൻസ്മിറ്റേഴ്സ് പഠിക്കാം. FM ട്രാൻസ്മിറ്റേഴ്സ് രണ്ട് ടൈപ്പാണുള്ളത്. ഡയറക്റ്റ് FM ട്രാൻസ്മിറ്റർ ആൻഡ് ഇൻഡയറക്റ്റ് FM ട്രാൻസ്മിറ്റർ. ഡയറക്റ്റ് FM ട്രാൻസ്മിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ FM എന്ന് വെച്ചാൽ എന്താണ്? ഫ്രീക്വൻസി മോഡുലേഷൻ. ദാറ്റ് ഈസ് the frequency of the carrier signal is varied in accordance with the instantaneous value of message signal. അങ്ങനെയാണല്ലോ നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് കാരിയർ സിഗ്നലിൻ്റെ ഫ്രീക്വൻസി മെസ്സേജ് സിഗ്നൽ വെച്ച് വേരി ചെയ്ത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡയറക്റ്റ് FM ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് FM ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഒരു ഡയറക്റ്റ് മെത്തേഡല്ല, ഇൻഡയറക്റ്റ് ആയിട്ടാണ് FM ജനറേറ്റ് ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡയറക്റ്റ് FM ട്രാൻസ്മിറ്റർ ഡിസ്കസ് ചെയ്യാം. ഇത് ഡയറക്റ്റ് FM ട്രാൻസ്മിറ്ററിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രം ആണ്. ഇതിൽ 3 സെക്ഷനാണുള്ളത്: എക്സൈറ്റർ സെക്ഷൻ, ഫ്രീക്വൻസി മൾട്ടിപ്ലയർ, പവർ സെക്ഷൻ. നമുക്ക് ഈ ഓരോ സെക്ഷനിലെയും ഫങ്ഷണൽ യൂണിറ്റ്സും അതിൻ്റെ ഫങ്ഷൻസും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. എക്സൈറ്റർ സെക്ഷനിൽ 3 ഫങ്ഷണൽ യൂണിറ്റ് ആണുള്ളത്: കാരിയർ ഓസിലേറ്റർ, റിയാക്റ്റൻസ് മോഡുലേറ്റർ, ബഫർ ആംപ്ലിഫയർ. ഇനി നമുക്കിതിൻ്റെ ഓരോന്നിൻ്റെയും ഫംഗ്ഷൻ നോക്കാം. ഫസ്റ്റ് കാരിയർ ഓസിലേറ്റർ ആണ്. AM ട്രാൻസ്മിറ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ കാരിയർ സിഗ്നലിനെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാരിയർ ഓസിലേറ്റർ യൂസ് ചെയ്യുന്നത്. ഈ കാരിയർ ഓസിലേറ്റർ ജനറേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് റേഡിയോ ഫ്രീക്വൻസി റേഞ്ചാണ്. അതുപോലെ തന്നെ നമ്മൾ കാരിയർ ഓസിലേറ്ററായിട്ട് യൂസ് ചെയ്യുന്നത് ക്രിസ്റ്റൽ ഓസിലേറ്റർ ആണ്. എന്തുകൊണ്ടാണ്? ഹൈ ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി ഉള്ള ഒരു ഓസിലേറ്റർ ആണ് ക്രിസ്റ്റൽ ഓസിലേറ്റർ. അതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ കാരിയർ ഓസിലേറ്ററായിട്ട് ക്രിസ്റ്റൽ ഓസിലേറ്റർ തന്നെ പ്രിഫർ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഫങ്ഷണൽ യൂണിറ്റ് ബഫർ ആംപ്ലിഫയർ ആണ്. ഇതും AM ട്രാൻസ്മിറ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത അതേ ഫംഗ്ഷൻ തന്നെയാണ് ബഫർ ആംപ്ലിഫയറിന് ഇവിടെയും. 2 ഫങ്ഷൻസ് ആണ് ബഫർ ആംപ്ലിഫയറിനുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇംപെഡൻസ് മാച്ചിങ് ആണ്. ദറ്റ് ഇസ് ബിറ്റ്വീൻ കാരിയർ ഓസിലേറ്റർ ആൻഡ് ഫ്രീക്വൻസി മൾട്ടിപ്ലയർ സെക്ഷൻ. അതുപോലെ തന്നെ ഇതൊരു ഐസൊലേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഐസൊലേറ്റ്സ് കാരിയർ ഓസിലേറ്റർ ആൻഡ് ഫ്രീക്വൻസി മൾട്ടിപ്ലയർ. നെക്സ്റ്റ് റിയാക്റ്റൻസ് മോഡുലേറ്റർ ആണ്. റിയാക്റ്റൻസ് മോഡുലേറ്റർ ആണ് ഇവിടെ മോഡുലേഷൻ പ്രോസസ്സ് ചെയ്യുന്നത്. ഇറ്റ് ചേഞ്ചസ് ദ കാരിയർ ഓസിലേറ്റർ ഫ്രീക്വൻസി ബൈ ദ ആപ്ലിക്കേഷൻ ഓഫ് മെസ്സേജ് സിഗ്നൽ. നമുക്ക് ആ ബ്ലോക്ക് ഡയഗ്രം ഒന്നുകൂടെ ഒന്ന് നോക്കാം. ഇതാണ് റിയാക്റ്റൻസ് മോഡുലേറ്റർ. ഈ റിയാക്റ്റൻസ് മോഡുലേറ്ററിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഓഡിയോ സിഗ്നൽ ആണ്. അപ്പോൾ ഈ വരുന്ന നമ്മുടെ മെസ്സേജ് സിഗ്നലിനനുസരിച്ചിട്ട് ഈ കാരിയർ ഓസിലേറ്ററിൻ്റെ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് റിയാക്റ്റൻസ് മോഡുലേറ്ററിൻ്റെ ഫങ്ഷൻ. ഇതിന് റിയാക്റ്റൻസ് മോഡുലേറ്റർ എന്ന് പറയാൻ കാരണം ഇതൊരു ടാങ്ക് സർക്യൂട്ട് വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ദറ്റ് ഈസ് ഒരു LC സർക്യൂട്ടാണ്. ഇൻഡക്റ്റൻസ് കപ്പാസിറ്റൻസ് സർക്യൂട്ടാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഈ വരുന്ന ഓഡിയോ സിഗ്നലിനനുസരിച്ചിട്ട് ഈ LC സർക്യൂട്ടിൻ്റെ റിയാക്റ്റൻസ് വേരി ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ കാരിയർ ഓസിലേറ്ററിൻ്റെ ഫ്രീക്വൻസി വേരി ചെയ്യിക്കുന്നത്. അതുകൊണ്ടാണ് ഈ റിയാക്റ്റൻസ് മോഡുലേറ്റർ എന്ന പേര് വന്നിരിക്കുന്നത്. ഇനി ഇത് യൂഷ്വലി എങ്ങനെയാണ് ഈ വേരി ചെയ്യുന്നതെന്ന് നോക്കാം. പോസിറ്റീവ് പീക്ക് ഓഫ് ദി മെസ്സേജ് ലോവേഴ്സ് ദ ഓസിലേറ്റർ ഫ്രീക്വൻസി ടു എ പോയിന്റ് ബിലോ ദ റെസ്റ്റ് ഫ്രീക്വൻസി. റെസ്റ്റ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കാരിയർ ഓസിലേറ്റർ ജനറേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേബിൾ ഫ്രീക്വൻസി ഉണ്ടല്ലോ, അതിനാണ് ഈ റെസ്റ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ആ ഫ്രീക്വൻസിയിൽ നിന്ന് ഒന്നുകിൽ കൂടും അല്ലെന്നുണ്ടെങ്കിൽ കുറയും. അതാണ് ആ ഒരു ഡീവിയേഷൻ എന്ന് പറയുന്നത്. ആ കൂടുകയും കുറയുകയും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെസ്സേജ് സിഗ്നലിൻ്റെ പോസിറ്റീവ് പീക്കിൽ ഈ കാരിയർ ഓസിലേറ്റർ ജനറേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി ആ റെസ്റ്റ് ഫ്രീക്വൻസിയുടെ താഴേക്ക് വരും, അതിനേക്കാളും കുറയും. അതുപോലെ തന്നെ നമ്മുടെ മെസ്സേജ് സിഗ്നലിൻ്റെ നെഗറ്റീവ് പീക്കിൽ ഈ റെസ്റ്റ് ഫ്രീക്വൻസിയിൽ നിന്നും കാരിയർ ഓസിലേറ്ററിൻ്റെ ഫ്രീക്വൻസി കൂടും. അങ്ങനെയാണ് ആ ഒരു ഡീവിയേഷൻ സംഭവിക്കുന്നത്. ഇത് നോർമൽ കേസിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. സാധാരണ കേസിൽ പോസിറ്റീവ് പീക്കാണ് മെസ്സേജിൻ്റെ വരുന്നതെന്നുണ്ടെങ്കിൽ ഓസിലേറ്റർ ഫ്രീക്വൻസി അതിൻ്റെ സ്റ്റേബിൾ ഫ്രീക്വൻസിയിൽ നിന്ന് കൂടുകയും അതുപോലെ തന്നെ നെഗറ്റീവ് പീക്ക് മെസ്സേജിൻ്റെ അവിടെ കാരിയറിൻ്റെ ഫ്രീക്വൻസി മെസ്സേജിനനുസരിച്ചിട്ട്, ദാറ്റ് ഈസ് മെസ്സേജിൻ്റെ നെഗറ്റീവ് പീക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ കാരിയറിൻ്റെ ഫ്രീക്വൻസി റെസ്റ്റ് ഫ്രീക്വൻസിയിൽ നിന്ന് കുറയുകയും ചെയ്യും. അങ്ങനെയാണ് ആ ഒരു ഡീവിയേഷൻ ഉണ്ടാകുന്നത്, വേരിയേഷൻ ഉണ്ടാകുന്നത്. ദാറ്റ് ഈസ് ഗ്രേറ്റർ ദ പീക്ക് ടു പീക്ക് മെസ്സേജ് സിഗ്നൽ. ദാറ്റ് ഈസ് മെസ്സേജ് സിഗ്നലിൻ്റെ പീക്ക് ടു പീക്ക് ഡീവിയേഷൻ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഓസിലേറ്റർ ഫ്രീക്വൻസി ഡീവിയേഷനും
കൂടുതലായിരിക്കും. അങ്ങനെയാണ് ഈ ഒരു ഫ്രീക്വൻസിയിൽ ആ ഒരു ഡീവിയേഷൻ ഇവിടെ ഉണ്ടാക്കുന്നത്. നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഫ്രീക്വൻസി മൾട്ടിപ്ലയർ ആണ്. ഡയഗ്രാം നോക്കിക്കോളാം. ഫ്രീക്വൻസി മൾട്ടിപ്ലയർ ആണ്. ദാറ്റ് ഈസ് എക്സൈറ്റർ സെക്ഷൻ്റെ ഔട്ട്പുട്ട് വരുന്നത് ഫ്രീക്വൻസി മൾട്ടിപ്ലയറിലേക്കാണ്. ഫ്രീക്വൻസി മൾട്ടിപ്ലയറിൻ്റെ ഫംഗ്ഷൻ നമ്മൾ AM ട്രാൻസ്മിറ്ററിൽ പറഞ്ഞ അത് തന്നെയാണ്. ദാറ്റ് ഈസ് ഇതിനെ നമ്മൾ ഹാർമോണിക് ജനറേറ്റർ എന്ന് പറയുന്നുണ്ട്. ദാറ്റ് ഈസ് നമ്മുടെ മോഡുലേറ്റഡ് കാരിയർ ഓസിലേറ്റർ ഫ്രീക്വൻസിയുടെ ഹയർ ഹാർമോണിക്സ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഫംഗ്ഷൻ. ഇതൊരു ട്യൂൺഡ് സർക്യൂട്ടാണ്. നമുക്ക് ഏത് ഫ്രീക്വൻസിയിലാണോ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത് ആ ഫ്രീക്വൻസിയിലേക്ക് നമ്മുടെ ഈ മോഡുലേറ്റഡ് സിഗ്നലിൻ്റെ ഫ്രീക്വൻസി എത്തിക്കുക എന്നുള്ളതാണ് ഫ്രീക്വൻസി മൾട്ടിപ്ലയറിൻ്റെ ഫംഗ്ഷൻ. ഇവിടുത്തെ ലാസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് പവർ സെക്ഷനാണ്. ഇവിടെ ഒരു ഡ്രൈവർ ആംപ്ലിഫയറും ഒരു പവർ ഔട്ട്പുട്ട് ആംപ്ലിഫയറും ആണുള്ളത്. ഈ ഒരു സെക്ഷൻ നോക്കുക. ഡ്രൈവർ ആംപ്ലിഫയർ ആൻഡ് പവർ ഔട്ട്പുട്ട് ആംപ്ലിഫയർ. നമ്മൾ AM ട്രാൻസ്മിറ്ററിൽ പറഞ്ഞ പോലെ തന്നെ ഈ പവർ ഔട്ട്പുട്ട് ആംപ്ലിഫയറിനെ ഡ്രൈവ് ചെയ്യാൻ പാകത്തിലേക്കുള്ള ഒരു സിഗ്നലാക്കി ഈ ഫ്രീക്വൻസി മൾട്ടിപ്ലയറിൻ്റെ ഔട്ട്പുട്ടിനെ മാറ്റുക എന്നുള്ളതാണ് ഈ ഡ്രൈവർ ആംപ്ലിഫയറിൻ്റെ ഫംഗ്ഷൻ. ദാറ്റ് ഈസ് ഒരു ഫസ്റ്റ് ആംപ്ലിഫിക്കേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. അങ്ങനെ ആംപ്ലിഫൈഡ് ആയിട്ടുള്ള ഈ സിഗ്നലിനെ നമ്മൾ ഈ പവർ ഔട്ട്പുട്ട് ആംപ്ലിഫയറിലേക്ക് കൊടുക്കും. ഈ പവർ ഔട്ട്പുട്ട് ആംപ്ലിഫയർ ആണ് ഈ മോഡുലേറ്റ് ചെയ്യേണ്ടതല്ല, നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട സിഗ്നലിൻ്റെ പവർ ബൂസ്റ്റ് ചെയ്യുക, പവർ കൂട്ടുക എന്നുള്ള ഫംഗ്ഷനാണ് ഈ പവർ ഔട്ട്പുട്ട് ആംപ്ലിഫയർ ചെയ്യുന്നത്. അതിനുശേഷം ഈ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട സിഗ്നൽ ദാറ്റ് ഈസ് ഈ മോഡുലേറ്റഡ് സിഗ്നലിനെ ആൻറ്റിനയിലേക്ക് കൊടുക്കും. ഈ ആൻറ്റിനയുടെ ഫംഗ്ഷനാണ് ഈ മോഡുലേറ്റഡ് ദാറ്റ് ഈസ് FM മോഡുലേറ്റഡ് സിഗ്നൽ ദാറ്റ് ഈസ് ഫ്രീക്വൻസി മോഡുലേറ്റഡ് സിഗ്നലിനെ സ്പേസിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുക, റേഡിയേറ്റ് ചെയ്യുക എന്നുള്ളത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇൻഡയറക്റ്റ് FM ട്രാൻസ്മിറ്ററിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യാം. താങ്ക് യു.